എൻ്റെ പേര് നാരായണൻ. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി റിട്ടയർഡ് ചെയ്ത ഒരാളാണ്. റിട്ടയർഡ് ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷമായിട്ടുണ്ട്. ഈ 4 വർഷമായി കഴിഞ്ഞ ഒരാൾക്ക് ഓടക്കൊല്ലി പോലെയുള്ള നാച്ചുറൽ കേവിൽ അനായാസം വന്ന് പോകാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസം മുന്നേ ഞാൻ ഈ ഓടക്കൊല്ലി കേവിൽ വന്ന് നന്നായി ആഘോഷിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓടക്കൊല്ലി നാച്ചുറൽ കേവ് അത് ഒരു 100 വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന നല്ല നാച്ചുറൽ കേവ് തന്നെയാണ്. അതിൻ്റെ ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വരിക, എൻജോയ് ചെയ്ത് പോവുക. അത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത്രയും ഗംഭീരമാണ്. അതുപോലെ തന്നെ നിലനിർത്തുന്ന അതിൻ്റെ ടീമിന് നല്ലൊരു കയ്യടി എന്നും കൊടുക്കാവുന്നതാണ്. അവരുടെ ആത്മാർത്ഥമായ സഹകരണം ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നാച്ചുറൽ കേവ് ഇന്നും ഇതുപോലെ തന്നെ നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ 2ാമത്തെ തവണ ഞാനിവിടെ വരുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ജോളി ചെറിയാൻ അവരുടെ അഡ്വഞ്ചർ ടീമിൻ്റെ കൂടെയാണ്. പല ആൾക്കാരും പല അഡ്വഞ്ചർ ട്രിപ്പ് നടത്താറുണ്ടെങ്കിലും ജോളി ചെറിയാൻ്റെ പോലെയുള്ള സിൽവർ സ്ട്രീം പല പരിപാടികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ ഇന്ന് കേരളത്തിൽ തന്നെ വളരെ നല്ല പേരും പ്രശസ്തിയുമുള്ള ടീമാണ്. അങ്ങനെ ജോളി ചെറിയാൻ്റെ കൂടെ ഇന്നലെ ഇവിടെ താമസിച്ചു. ഇന്ന് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഓടക്കൊല്ലി കേവിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം കേവിൻ്റെ അവസാന ഭാഗത്ത് നമ്മളിപ്പോൾ എത്തിക്കിടക്കുകയാണ്. ഈ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഈ ഒരു അനുഭവം എത്ര പറഞ്ഞാലും മതി വരില്ല. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഇത്രയും നല്ലൊരു കേവ് ഉണ്ട്, നാച്ചുറൽ കേവ്, അതുപോലെ സംരക്ഷിക്കപ്പെടുന്നതും അതുപോലെ സൗകര്യപ്രദമായി കയറാനും ഇറങ്ങാനും പറ്റുന്ന സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും വന്നു പോകാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു കേവ് ഇന്ന് കണ്ണൂർ ജില്ലയിലുണ്ടെന്നുള്ള കാര്യം കണ്ണൂർ ജില്ലക്കാർക്ക് പലർക്കും നല്ലപോലെ അറിയണമെന്നില്ല. പക്ഷെ എന്നാലും ഇനിയുള്ളവരും അറിഞ്ഞവരെല്ലാം ഒന്നുകൂടി ഇവിടെ വരുമോ. ഇതുപോലെയുള്ള സിൽവർ സ്ട്രീം പോലെയുള്ള ടീമിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും ഞങ്ങളുടെ യാത്ര. ഓക്കെ.